ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ ഡെയിലി കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ എല്ലാ സിനിമകളുടെയും ഇന്നലത്തെ കളക്ഷനും അതുപോലെ ഇതുവരെയുള്ള ടോട്ടൽ കളക്ഷനുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ തുടരും ഉണ്ട്, നസ്ലിൻ്റെ ആലപ്പുഴ ജിംഖാന ഉണ്ട്, പിന്നെ സൂര്യയുടെ റെട്രോ ഉണ്ട്, നാനിയുടെ ഹിറ്റ് 3 ഉണ്ട്. അങ്ങനെ ഒരുപാട് സിനിമ. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ലാലേട്ടൻ്റെ തുടരും തുടങ്ങാം. തുടരും ഇന്നിപ്പോൾ ഇറങ്ങിയിട്ട് 12 ദിവസമായി. നമ്മൾ ഇന്നലെ വരെയുള്ള കളക്ഷൻ, ഡേ 11 വരെയുള്ള കളക്ഷനാണ് പറയുന്നത്. ഇന്നലെ തിങ്കളാഴ്ച ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു. ഡേ 11ൽ കേരളയിലെ കളക്ഷൻ വന്നിരിക്കുന്നത് 5,25,00,000 രൂപയാണ്. ഇതൊരു വലിയ കളക്ഷനാണ്. ഒരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും കേരളത്തിൽ നിന്ന് ഇത്രയും കളക്ഷൻ വരുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. ഇന്നലത്തെ കേരള ഗ്രോസ് 5,25,00,000. അതിനുശേഷം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഇന്നലെ 50 ലക്ഷവും കളക്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഓവർസീസിൻ്റെ ഒരു എസ്റ്റിമേഷൻ പ്രകാരം $210,000, അതായത് ഏകദേശം 1,77,00,000 രൂപയാണ് ഇന്നലെ തിങ്കളാഴ്ചത്തെ ഗ്രോസ് വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ഇന്നലെ വേൾഡ് വൈഡ് ഡേ 11 7,52,00,000 രൂപയാണ് ടോട്ടൽ കളക്ഷൻ ഇന്നലെ മാത്രം വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുവരെയുള്ള 11 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ കേരള 71,35,00,000 രൂപയാണ് ടോട്ടൽ 11 ഡേയ്സ് കൊണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യ നിൽക്കുന്നത് 15,30,00,000-ലും ഓവർസീസ് 9.44 മില്യൺ, അതായത് ഏകദേശം 80,17,00,000 രൂപയാണ് 11 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ഈ 11 ദിവസം കൊണ്ട് 166,82,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. വലിയ കളക്ഷനാണ്. ഉടനെ തന്നെ 2018 ചിലപ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളെയോ തന്നെ ബ്രേക്ക് ചെയ്തേക്കാം. അപ്പം ഓൾ ടൈം 3rd ഹൈസ്റ്റ് ഗ്രോസറിലേക്ക് തുടരും കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിനുശേഷം നമ്മുടെ നസ്ലിൻ്റെയും ഖാലിദ് റഹ്മാൻ്റെ സിനിമയായിട്ടുള്ള ആലപ്പുഴ ജിംഖാന ഇറങ്ങിയിട്ട് ഇതിപ്പോൾ 26 ദിവസമായി. ഇപ്പോൾ ഡേ 26ലെ കളക്ഷൻ നോക്കുവാണെങ്കിൽ കേരള വന്നിരിക്കുന്നത് 10 ലക്ഷം രൂപയാണ് കേരളത്തിൽ ഇന്നലത്തെ കളക്ഷൻ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ തെലുങ്ക് വേർഷൻ ഓടുന്നുണ്ട്. തെലുങ്ക് വേർഷൻ ആന്ധ്രാപ്രദേശ് തെലുങ്കാനയിൽ നിന്ന് ഇന്നലെ കളക്ട് ചെയ്തത് 5 ലക്ഷം രൂപയാണ്. ടോട്ടൽ വേൾഡ് വൈഡ് ഇന്നലത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് 18 ലക്ഷം രൂപയാണ്, എല്ലാ ഏരിയയിലെയും കൂടെ ചേർത്തിട്ട്. അങ്ങനെ ടോട്ടൽ 26 ദിവസത്തെ ആലപ്പുഴ ജിംഖാനയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തി നിൽക്കുന്നത് 69,63,00,000 രൂപയാണ്, അതായത് ഏകദേശം 70 കോടി ആയിരിക്കുന്നു. പടം ബ്ലോക്ക് ബസ്റ്റർ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുശേഷം നമ്മളിവിടെ റിലീസ് ചെയ്ത അന്യഭാഷാ സിനിമകൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ടുള്ള സൂര്യയുടെ റെട്രോ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ ഇറങ്ങിയിട്ട് 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഡേ 5 മൺഡേ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. കേരള ഗ്രോസ് വന്നിരിക്കുന്നത് 23 ലക്ഷം രൂപയാണ്. കുഴപ്പമില്ലാത്തൊരു ഗ്രോസാണ്. അതിൻ്റെ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു ഹോൾഡാണ്. അപ്പം ടോട്ടൽ 5 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 4,48,00,000 രൂപയാണ് ടോട്ടൽ റെട്രോയുടെ കളക്ഷൻ വന്നിട്ട്. അതിനുശേഷം നമ്മുടെ അവസാനത്തെ സിനിമ നമ്മുടെ നാനി നായകനായിട്ടുള്ള ഇപ്പോൾ തിയേറ്ററിൽ ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ഹിറ്റ് ദ തേർഡ് കേസ്. ആ ഹിറ്റ് 3യുടെ കേരള ഡേ 5 കളക്ഷൻ വന്നിരിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. കേരളത്തിൽ വളരെ ലിമിറ്റഡ് റിലീസേ ഉള്ളൂ. അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഈ ഗ്രോസ് വളരെ നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഗ്രോസാണ്. ടോട്ടൽ 5 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 85 ലക്ഷം രൂപയാണ് ഹിറ്റ് 3 കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ്. നമുക്ക് ഇതുപോലത്തെ ഡെയിലി കളക്ഷൻ അപ്ഡേറ്റുമായിട്ട് അപ്പം നാളെ രാവിലെ കാണാം.